അഗ്നിയാൽ അഭിഷേകം, രക്തത്താൽ അഭിഷേകം, ആത്മാവിൽ അഭിഷേകം. ഹല്ലേലൂയ ഹല്ലേലൂയ. ഏഴുവിളക്കിൻ നടുവിൽ ശോഭപൂർണ്ണനാം മാറത്തു പൊൻകച്ചയണിഞ്ഞും കാണുന്നേശുവേ. ഏഴുവിളക്കിൻ നടുവിൽ ശോഭപൂർണ്ണനാം മാറത്ത് പൊൻകച്ചയണിഞ്ഞും കാണുന്നേശുവേ. ആദ്യനും അന്ത്യനും നീ മാത്രമേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേശുവേ. ആദ്യനും അന്ത്യവും നീ മാത്രമേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേശുവേ. ഹല്ലേലൂയ ഹല്ലേലൂയ എന്റെ ഇഷ്ടങ്ങൾ ഒന്നുമേ വേണ്ടെന്നേശുവേ. നിന്റെ ഹിതത്തിൽ നിറവിൽ ഞാൻ പ്രശോഭിക്കട്ടെ. എന്റെ ഇഷ്ടങ്ങളൊന്നുമേ വേണ്ടെന്നേശുവേ. നിന്റെ ഹിതത്തിൻ നിറവിൽ ഞാൻ പ്രശോഭിക്കട്ടെ. ആദ്യനും അന്ത്യനും നീ മാത്രമേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേശുവേ. ഈശോയെ മഹത്വപ്പെടുത്തിക്കൊണ്ടാവും. ആദ്യനും അന്ത്യനും നീ മാത്രമേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേശുവേ. ആൽഫായും ഒമേഗയുമായി ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടാവും. ആരാധന ദൈവത്തെ സ്തുതിച്ചാരാധിക്കട്ടെ. ആരാധന 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 ദിവ്യകാല ഈശോയ്ക്ക് ആരാധന. ആരാധന. നമുക്ക് കണ്ണു തുറന്ന് ദിവ്യകാല ഈശോയിലേക്ക് നോക്കാം.
കരുണവാനായ കർത്താവേ, ഈ നിമിഷം അങ്ങയുടെ തിരുസന്നിധിയിലിരുന്ന് ആരാധിക്കുവാൻ, അങ്ങയെ സ്തുതിക്കുവാൻ അങ്ങ് നൽകിയിരിക്കുന്ന ഈ അനുഗ്രഹത്തെ ഓർത്ത് കർത്താവേ നന്ദി പറയുന്നു. ലോകം മുഴുവനും വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. വചനോത്സവത്തിന്റെ പ്രേക്ഷിതരും ശുശ്രൂഷകരും ദൈവജനത്തോട് ചേർന്നിരുന്ന് പ്രാർത്ഥിക്കുന്ന ഈ ആരാധനയിൽ കർത്താവെ ഈ നിമിഷം പങ്കുചേർക്കാൻ അങ്ങ് എന്നെയും ഉപകരണമാക്കുന്നതിനെ ഓർത്ത് കർത്താവെ നന്ദി പറയുന്നു. യേശു മിശിഹായിൽ സ്നേഹമുള്ള സഹോദരങ്ങളെ, ഇന്ന് പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ നിന്ന് നമ്മൾ ആരാധനയിൽ പങ്കെടുക്കുമ്പോൾ മത്തായി സുവിശേഷത്തിന്റെ 5-ാമത്തെ അധ്യായം 38 മുതലുള്ള തിരുവചനങ്ങളിൽ ഈശോ നമ്മളോട് ഇങ്ങനെ പറയുന്നു: കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല് എന്ന് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ദുഷ്ടനെ എതിർക്കരുത്. വലത് കർണത്തടിക്കുന്നവന് മറ്റേ കർണം കൂടി കാണിച്ചു കൊടുക്കുക. നിന്നോട് വ്യവഹരിച്ച് നിന്റെ ഉടുപ്പ് കരസ്ഥമാക്കാൻ ഉദ്യമിക്കുന്നവന് മേലങ്കി കൂടി കൊടുക്കുക. 1 മൈൽ ദൂരം പോകാൻ നിന്നെ നിർബന്ധിക്കുന്നവനോട് കൂടെ 2 മൈൽ ദൂരം പോകുക. ചോദിക്കുന്നവന് കൊടുക്കുക. വായ്പ വാങ്ങാൻ ഇച്ഛിക്കുന്നവനിൽ നിന്ന് ഒഴിഞ്ഞു മാറരുത്. ഒരുപക്ഷെ ഈശോയുടെ വലിയൊരു നയപ്രഖ്യാപനമാണ് ഇത്. മലയിലെ പ്രസംഗത്തിന്റെ സമയത്ത് ഈശോ ഒരു പുതിയ കാഴ്ചപ്പാട് ദൈവം നൽകിയാണ്. കണ്ണിന് പകരം കണ്ണ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ദ്രോഹം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് തത്തുല്യമായ ഒരു തിരിച്ചടി കൊടുക്കുന്നതിൽ തെറ്റില്ല എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ. പക്ഷെ ഈശോ നമ്മളോട് പറയുന്നത് ദുഷ്ടനെ എതിർക്കരുത്, തിന്മ പ്രവർത്തിക്കുന്നവനെ എതിർക്കരുത്. ഒരുപക്ഷെ നമുക്ക് മനസ്സിലാക്കാൻ അല്പം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് പറയുന്നത്. ഒരുപക്ഷെ നമ്മൾ അങ്ങനെ പ്രവർത്തിച്ചാൽ മറ്റുള്ളവരുടെ മുമ്പിൽ ഭോഷനായി മാറാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ് ഈശോ പറയുന്നത്. ഒരു വ്യക്തി തിന്മ നമുക്കെതിരെ പ്രവർത്തിക്കുമ്പോൾ ആ വ്യക്തിയോട് പുലർത്തണമെന്ന് ഈശോ പറയുന്ന ഒരു മനോഭാവം, ദുഷ്ടനെ എതിർക്കരുത്. എന്നിട്ട് അതിന് വീണ്ടും ഇങ്ങനെ പറയുകയാണ്, നിന്റെ ഒരു ചെകിട്ടത്ത് അടിക്കുന്നവന് മറ്റേ ചെകിട് കൂടി കാണിച്ചു കൊടുക്കുക. വലത് കർണത്തടിക്കുന്നവന് മറ്റേ കർണം കൂടി കാണിച്ചു കൊടുക്കുക. ഒരുപക്ഷെ നമ്മൾ വിചാരിക്കും ഇത് കുറച്ച് കടന്ന ഒരു ചിന്തയാണ് എന്ന് ചിന്തിച്ചേക്കാം. പക്ഷെ ഇത് പ്രായോഗിക ജീവിതത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെയല്ലാതെ പ്രവർത്തിക്കുന്നിടത്ത് എല്ലാം കലഹത്തിന്റെ മേൽ കലഹമാണ് വിരിഞ്ഞു വരിക. ദുഷ്ടനെ എതിർക്കരുത്. ഒരു നമ്മളിങ്ങനെ വിചാരിക്കുക, ഒരു മനുഷ്യൻ നമുക്കെതിരെ തിന്മ പറയുക, തിന്മ പ്രവർത്തിക്കുക. മദ്യപിച്ച് നമ്മുടെ ഒരു വ്യക്തി വളരെ മോശമായി നമ്മളെ കുറിച്ച് ചിത്രീകരിക്കുന്നു, നമ്മളെ വളരെ അധിക്ഷേപിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നു. സ്വാഭാവികമായും ആ മനുഷ്യനോട് നമുക്ക് പ്രവർത്തിക്കാൻ വേണ്ടി കഴിയുന്ന കാര്യം, നമ്മൾ അതിനെക്കുറിച്ച് പറയും, അവരെന്റെ വീട്ടിൽ വന്ന് എന്നെ ചീത്ത പറഞ്ഞു, എന്നോട് മോശമായി എന്നെ കുറിച്ച് സംസാരിച്ചു, എനിക്കെതിരെ തിന്മ പ്രവർത്തിച്ചു, എന്നിട്ട് നീ എന്താ ചെയ്തത്? അങ്ങനെയൊക്കെ ചെയ്തതുകൊണ്ട് ഞാൻ തിരിച്ച് അവനോട് സംസാരിച്ചു. ഞാൻ അവൻ എന്നോട് പ്രവർത്തിച്ചതുപോലെ തന്നെ ഞാൻ തിരിച്ചു പ്രവർത്തിച്ചു. അപ്പോൾ അടുത്ത ചോദ്യം, നീ വലിയ ആക്ഷേപമായിട്ട് അവനെക്കുറിച്ച് അവൻ തിന്മ പ്രവർത്തിച്ചു എന്ന് പറഞ്ഞു. ആ തിന്മ പ്രവർത്തിച്ചു കഴിഞ്ഞപ്പോൾ അവനെതിരെ നമ്മളും തിന്മ പ്രവർത്തിച്ചു എന്ന് പറഞ്ഞാൽ തിന്മയെ തിന്മ കൊണ്ട് നേരിടാൻ വേണ്ടി പരിശ്രമിച്ചു. അതാണ് അതിന്റെ ഫലം. പക്ഷെ ഈശോ പറയുന്നത്, ഒരു വ്യക്തി നിനക്കെതിരെ തിന്മ പ്രവർത്തിക്കുമ്പോൾ നന്മ കൊണ്ട് നീ തിന്മയെ വിജയിക്കണം, തിന്മയെ അതിജീവിക്കണം. അതാണ് ഈശോ തന്റെ ശിഷ്യന്മാരോട് അല്ലെങ്കിൽ യേശുക്രിസ്തുവിനെ അനുഗമിക്കുന്നവരോട്, അനുധാവനം ചെയ്യുന്നവരോട് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷെ വ്യക്തികളുടെ വലിയ സ്നേഹത്തിന്റെ കൂട്ടായ്മയായിരിക്കുന്ന കുടുംബങ്ങളിൽ പലപ്പോഴും ഭിന്നത കടന്നു വരാൻ അല്ലെങ്കിൽ ബന്ധങ്ങളിൽ തകർച്ച കടന്നു വരാൻ കാരണം തിന്മയ്ക്കെതിരെ തിന്മ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ്. ഏതെങ്കിലും ഒരു വ്യക്തി തിന്മ ചെയ്ത് ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്ന് അകന്നു പോകുന്നുണ്ടെങ്കിൽ, കുടുംബത്തിന്റെ കൂട്ടായ്മയിൽ നിന്ന് മാറി നിൽക്കുന്നുണ്ടെങ്കിൽ, ആ വ്യക്തിയെ നേടാനുള്ള മാർഗം നന്മ പ്രവർത്തിക്കുക, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, തീക്ഷ്ണമായി പ്രാർത്ഥിക്കുക, ആ വ്യക്തിയെ വീണ്ടും കിട്ടുവോളം പ്രാർത്ഥിച്ച് അഭിഷേകം സ്വീകരിക്കുക എന്നുള്ളതാണ്. പലപ്പോഴും കുടുംബ ബന്ധങ്ങളിലും വ്യക്തിബന്ധങ്ങളിലും പലരും തിന്മ ചെയ്ത് അകന്നു പോകാൻ കാരണം
ദൈവത്തിന്റെ സ്നേഹം അതിന്റെ പൂർണ്ണതയിൽ അനുഭവിക്കാൻ സാധിക്കാതെ പോകുന്നത് കൊണ്ട്, പിശാചിന്റെ പിടിയിലേക്ക്, പൈശാചിക ബന്ധനങ്ങളിലേക്ക് വീണു പോകുന്നത് കൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് ഏതെങ്കിലും ഒരു വ്യക്തി തിന്മ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആ വ്യക്തിക്ക് വേണ്ടി കൂടുതൽ കരുതൽ കൊടുക്കുകയും ആ വ്യക്തിയെ നേടിയെടുക്കാൻ വേണ്ടി പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന് വേണ്ടി തീക്ഷ്ണമായി നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യണം. കുടുംബ ബന്ധങ്ങളിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ബന്ധമാണ് ഭാര്യാഭർത്തൃ ബന്ധം, ദാമ്പത്യ ബന്ധം. ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ അടുത്ത് ജീവിക്കേണ്ട, ദൈവസ്നേഹം കൊണ്ട് നിറയേണ്ട വ്യക്തികളാണ് ഭാര്യാഭർത്താക്കന്മാര്. പലപ്പോഴും പല കുടുംബങ്ങളിലും ഏറ്റവും വലിയ ശത്രുക്കളെ പോലെ പെരുമാറുന്നവര് ഭാര്യാഭർത്താക്കന്മാര് തന്നെയാണ്. എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ കുറവുകളും പോരായ്മകളും ആ വ്യക്തിക്ക് സംഭവിച്ചു കഴിയുമ്പോൾ അതിനെ ജീവിത പങ്കാളി അതേ കുറവുകളോടും അതേ പോരായ്മയോടും കൂടി തിരിച്ചടിച്ചു കഴിയുമ്പോൾ കുടുംബത്തിൽ ഒരിക്കലും സന്തോഷവും സമാധാനവും നിലനിൽക്കുകയില്ല. പരസ്പരം കുറവുകളെ സ്നേഹപൂർവ്വം തിരുത്തിക്കൊണ്ട് ഒരു വ്യക്തിയുടെ സംസാരം മോശമാകുന്നുണ്ടെങ്കിൽ മോശമായ സംസാരത്തിലൂടെയല്ല, നേരെ മറിച്ച് വിശുദ്ധീകരിക്കപ്പെട്ട അധരങ്ങൾ കൊണ്ടാണ് ആ വ്യക്തിയെ നേടിയെടുക്കേണ്ടത്. ഒരിക്കല് ഒരു ധ്യാനം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ കുടുംബജീവിതത്തെക്കുറിച്ചുള്ള വചനം ശ്രമിച്ച് ഭാര്യാഭർത്താക്കന്മാര് കാണാൻ വേണ്ടി വന്നിച്ച് പറഞ്ഞ ഒരു അനുഭവം. ഭാര്യയെ കയ്യെ പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോയി നിർത്തിയിട്ട് പറഞ്ഞു, അച്ഛാ, ഇതെന്റെ ജീവിതത്തിന്റെ അനുഗ്രഹമാണ്. ഭാര്യയെ കുറിച്ച് പറയുക, ഇതെന്റെ ജീവിതത്തിന്റെ അനുഗ്രഹമാണ്. ഉടനെ ഭാര്യ വളരെ എളിമയോട് വന്നിച്ച്, ഞാൻ അത്ര വലിയ അനുഗ്രഹമൊന്നുമല്ല, ഒരു ചെറിയ ചിരിയോടുകൂടി നിൽക്കുകയാണ്. എന്നിട്ട് ഈ ഭർത്താവിന്റെ ഒരു അനുഭവം പറയുന്നത്, അദ്ദേഹം കുടുംബനാഥനാണ്, ഭർത്താവാണ്, വലിയ കുഴപ്പമൊന്നുമില്ലാതെ മറ്റുള്ളവരുടെ മുമ്പിൽ വളരെ മാന്യമായിട്ട് ജീവിക്കുന്ന ഒരു കുടുംബം. ഭർത്താവ് വലിയ ബിസിനസ്സും കാര്യങ്ങളുമായിട്ട് നടക്കുന്നു, ഒത്തിരി സാമ്പത്തികമുണ്ട്. കാര്യങ്ങളൊന്നും അദ്ദേഹത്തിന്റെ ബിസിനസ് ജീവിതത്തിലുണ്ടാകുന്ന തകർച്ചകളും പോരായ്മകളും ഒന്നും ജീവിത പങ്കാളിയോട് പങ്കുവെക്കാറില്ല. ഒരുപക്ഷെ സുഹൃത്തുക്കളോടൊക്കെ പങ്കുവെച്ച് അതിന് പരിഹാരം കണ്ടെത്തി മുന്നോട്ട് പോവുകയാണ്. ഭർത്താവിന്റെ കണ്ണിൽ ഭാര്യയ്ക്ക് വലിയ വിവരവും വലിയ വിദ്യാഭ്യാസവും ഒന്നുമില്ല. അവൾക്ക് ഈ കാര്യങ്ങളിലൊന്നും ഒരു തീരുമാനമോ അഭിപ്രായമോ പറയാനുള്ള ശേഷിയില്ല. അതുകൊണ്ട് തന്നെ ഒന്നും പങ്കുവെക്കുന്നില്ല. അങ്ങനെ ഇദ്ദേഹം ബിസിനസ് ഒക്കെ നടത്തി പുതിയ പുതിയ മേഖലകളിലേക്കൊക്കെ കടന്നു ചെല്ലാൻ വേണ്ടി ശ്രമിച്ചു. അവസാനം ഒന്നിനു പുറകെ മറ്റൊന്നായിട്ട് ബിസിനസ് പരാജയപ്പെട്ട് ഇദ്ദേഹം വലിയ സാമ്പത്തിക കടബാധ്യതയിൽപ്പെട്ട അവസാനം ഇനി ഒന്നും മിച്ചമില്ല, എല്ലാം ജപ്തി ചെയ്തുകൊണ്ടു പോകുന്ന വലിയ തകർച്ചയിലേക്ക് ഇദ്ദേഹം വീണുപോവുകയാണ്. ഇനി പിടിച്ചു നിൽക്കാൻ വേണ്ടി പറ്റത്തില്ല. കടം വാങ്ങാവുന്നിടത്ത് എല്ലാം കടം വാങ്ങിയിരിക്കുന്നു. പക്ഷെ ഇദ്ദേഹം ജോലി കഴിഞ്ഞ് വീട്ടിൽ വന്നു കഴിയുമ്പോൾ ഭാര്യയുടെ മുമ്പിൽ നല്ല ഭർത്താവായിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുക. കാരണം സന്തോഷിക്കാനും സമാധാനത്തിനും ഇവിടെ ഒന്നുമില്ല. ഇന്ന് ഭാര്യ ഇതൊന്നും അറിയിക്കണ്ട എന്നിങ്ങനെ കുറച്ചു നാൾ മുന്നോട്ട് പോയി ഇദ്ദേഹത്തിന് മനസ്സിലായി, ഇനി മുന്നോട്ട് പോകാൻ പറ്റത്തില്ല, ഞാൻ പരാജയപ്പെട്ടു. അങ്ങനെ ഇദ്ദേഹം തീരുമാനിച്ചു, ഇനി ഇങ്ങനെയൊക്കെ ഇത്രയും വലിയ പരാജയം ഇതൊരിക്കലും കരകയറാൻ വേണ്ടി പറ്റത്തില്ല, അതുകൊണ്ട് ഞാൻ ആർക്കും ഒരു ബുദ്ധിമുട്ടാകുന്നില്ല, ആത്മഹത്യ ചെയ്തേക്കാമെന്ന് ഇദ്ദേഹം തീരുമാനിച്ചു. ഭാര്യയുടെ മുമ്പിൽ അദ്ദേഹം ഈ പരാജയങ്ങളൊന്നും ഭാര്യയെ അറിയിച്ചിട്ടില്ല, മക്കളെ അറിയിച്ചിട്ടില്ല. അങ്ങനെ ഇദ്ദേഹം തീരുമാനിച്ചു, ആത്മഹത്യ ചെയ്യാൻ വേണ്ടി തീരുമാനം ഉറപ്പിച്ചു. ഇനി അതല്ലാതെ മറ്റു മാർഗമില്ലെന്ന് ഇദ്ദേഹത്തിന് അറിയാം. ഇദ്ദേഹം സുഹൃത്തുക്കളോടൊക്കെ വിടവാങ്ങുന്നത് പോലെ അവർക്ക് നല്ലൊരു ഡിന്നറൊക്കെ കൊടുത്തു. ഇദ്ദേഹം ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വിഷമൊക്കെ വാങ്ങി ഇദ്ദേഹം വീട്ടിലേക്ക് വന്നു. ഭാര്യയെ നേരത്തെ തന്നെ വിളിച്ചു പറഞ്ഞു, ഈ അത്താഴമൊന്നും ഒരുക്കണ്ട, ഞാൻ ഇന്ന് ഭക്ഷണമൊക്കെ പുറത്തുനിന്ന് മേടിച്ചുകൊണ്ട് വന്നേക്കാം. ഇദ്ദേഹം നല്ല സ്വാദിഷ്ടമായ ഭക്ഷണമൊക്കെ വാങ്ങി ഇദ്ദേഹം വീട്ടിൽ ചെന്നു. ഭാര്യയും മക്കളും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഭർത്താവിന്റെ മനസ്സിലറിയാം, ഇതെന്റെ അവസാനത്തെ ഭക്ഷണമാണ്, നാളെ നേരം പുലരുമ്പോൾ ഞാനില്ല. ഭാര്യയും ഭർത്താവും ഒരുമിച്ചുള്ള കുടുംബജീവിതം ഇവിടെ അവസാനിക്കുകയാണ്, മക്കളോട് ഒരുമിച്ചുള്ള ജീവിതം അവസാനിക്കുകയാണ്. ഇതെല്ലാം മനസ്സിൽ കരുതി ഇദ്ദേഹം ആത്മഹത്യയെക്കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ട്, എന്നാൽ ഈ ഭക്ഷണമേശയിൽ ഇദ്ദേഹത്തിന്റെ മനസ്സിൽ കിടക്കുന്ന ഈ വിഷമം ഒന്നും പുറത്ത് കാണിക്കാതെ വളരെ മനോഹരമായിട്ട് അഭിനയിച്ചുകൊണ്ടിരുന്നു. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു. ഇദ്ദേഹം കുറേ കാര്യങ്ങൾ വീണ്ടും ഭാര്യയോടും മക്കളോടും ഒക്കെ പറഞ്ഞു. കുറെ കഴിഞ്ഞപ്പം രാത്രി കുറേയായി. മക്കൾ പറഞ്ഞു ഉറങ്ങാൻ പോകാന്ന് പറഞ്ഞ് മക്കൾ ഉറങ്ങാൻ വേണ്ടി പോയി. കുറെ കഴിഞ്ഞപ്പം ഭാര്യ പറഞ്ഞു, നിങ്ങൾ വന്ന് കിടക്ക്, രാവിലെ ജോലിക്ക് പോകണ്ടേ. ഭാര്യ ഉറങ്ങാൻ വേണ്ടി പോയി. ഭർത്താവ് തന്നെ ഇരിക്കുകയാണ്. ഇനി ഏതാനും നിമിഷം കൂടി മാത്രമേ ഞാനുള്ളൂ. അദ്ദേഹം ജനലിലൂടെ ഇരുട്ടിലേക്ക് തന്നെ ഇങ്ങനെ നോക്കി, തന്റെ ജീവിതത്തിൽ പോലെ തന്നെ ഇരുളടഞ്ഞു കിടക്കുന്ന പുറത്തേക്ക് അദ്ദേഹം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക.
അങ്ങനെ ഏറെ നേരം ഇദ്ദേഹം ആത്മഹത്യ ചെയ്തതിനെ കുറിച്ച് തന്നെ ചിന്തിച്ച് ആത്മഹത്യ ചെയ്യാതിരിക്കാൻ എന്തെങ്കിലും കാരണമുണ്ടോ? ഒരു കാരണവുമില്ല. ആത്മഹത്യ ചെയ്തേ പറ്റൂ. കാരണം അതുപോലെ തകർന്നു പോയിരിക്കുന്നു. രാവിലെ തന്റെ മൃതശരീരം കാണുമ്പോൾ ഭാര്യ പൊട്ടിക്കരയും, മക്കൾ പൊട്ടിക്കരയും, പ്രിയപ്പെട്ടവരെല്ലാം വരും. അവസാനം എന്നെ കൊണ്ടുപോയി അടക്കം. ഇതൊക്കെ ഇദ്ദേഹത്തിന്റെ മനസ്സിലുണ്ട്. ഇദ്ദേഹം ഇങ്ങനെ ആത്മഹത്യയെക്കുറിച്ച് തന്നെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇദ്ദേഹത്തിന് തോന്നി തന്നോട് ചേർന്ന് തന്റെ പുറകിൽ ആരോ വന്ന് നിൽപ്പുണ്ട്. ഇദ്ദേഹം പയ്യെ തിരിഞ്ഞു നോക്കുമ്പം ഇദ്ദേഹത്തിന്റെ ജീവിത പങ്കാളി ഭാര്യ. ഭാര്യ ചോദിച്ചു, എന്നാ പറ്റി? ഭർത്താവ് പറഞ്ഞു, ഒന്നുമില്ല. എന്നാ ഇപ്പൊ ചിന്തിച്ചുകൊണ്ടിരുന്നേ? ഒന്നുമില്ല. ഭാര്യ പയ്യെ ഈ ഭർത്താവിനോട് ചേർന്ന് നിന്ന് ഭർത്താവിന്റെ തോളിൽ കൈയിട്ട് ചോദിച്ചു, ആത്മഹത്യ ചെയ്യണമെന്ന് തോന്നുന്നുണ്ടോ? ഭർത്താവ് പറഞ്ഞു, ഇല്ല, അങ്ങനെയൊന്നും ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല. എന്നാ അങ്ങനെ ചോദിച്ചു? ചേർന്ന് ഭാര്യ ഇരുന്നിട്ട് ചോദിച്ചു, മരിക്കണമെന്ന് തോന്നുന്നുണ്ടോ? ഭർത്താവ് പറഞ്ഞു, ഭർത്താവിനെ പിടിച്ചു നിൽക്കാൻ വേണ്ടി പറ്റുന്നില്ല. ഭർത്താവ് വാവിട്ട് കരഞ്ഞു. കരഞ്ഞപ്പോൾ ഈ ഭാര്യ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, ഒരു താലിച്ചരടിന്റെ ബന്ധത്തിൽ അൾത്താരയുടെ മുമ്പിൽ നിന്ന് നമ്മൾ ആരംഭിച്ച ജീവിതമാണ്. മരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുമിച്ച്, അതല്ല ജീവിക്കാനാണെങ്കിൽ അതും നമുക്ക് ഒരുമിച്ച്. എന്നിട്ട് ഈ ഭാര്യ ഈ ഏങ്ങലടിച്ച് കരയുന്ന ഭർത്താവിനെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, നമുക്കൊരുമിച്ച് അധ്വാനിച്ച് ജീവിക്കാം. ഈ ഭാര്യ പറഞ്ഞ നമുക്കൊരുമിച്ച് അധ്വാനിച്ച് ജീവിക്കാം. ഈ തകർച്ചകളിലൊക്കെ മാറിക്കൊള്ളൂ. നമ്മൾ ഒരുമിച്ച് നിന്നാൽ, ഒരുമിച്ച് അധ്വാനിച്ചാൽ, കർത്താവ് അനുഗ്രഹിച്ചാൽ നമുക്ക് നഷ്ടപ്പെട്ടത് മുഴുവൻ തിരിച്ചു പിടിച്ചുകൂടെ? ഈ ഭാര്യ ചേർത്ത് പിടിച്ച് ഇത് പറയുമ്പോൾ ഈ ഭർത്താവ് വാവിട്ട് നിലവിളിക്കുകയാണ്. മരണത്തിന്റെ തൊട്ടു മുൻപ് തന്റെ ഭാര്യ പറഞ്ഞ ഒരുമിച്ച് ജീവിക്കാം, ഒരുമിച്ച് അധ്വാനിക്കാം, നമുക്ക് നഷ്ടപ്പെട്ടത് മുഴുവൻ കർത്താവ് അനുഗ്രഹമായി തിരിച്ചു തരുമെന്ന് പറഞ്ഞ ഈ ഒറ്റ വാക്കുകൊണ്ട് ഈ ഭർത്താവ് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുക. എന്നെ മനസ്സിലാക്കുന്ന, എന്നെ അറിയുന്ന, എന്നെ സഹായിക്കാൻ വേണ്ടി തയ്യാറുള്ള, മരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുമിച്ചേ ഉള്ളൂ എന്ന് പറയുന്ന, ഇത്രമാത്രം എന്നെ സ്നേഹിക്കുന്ന ഒരു ജീവിത പങ്കാളി ഉണ്ടെങ്കിൽ ഞാൻ എന്തിനാ ആത്മഹത്യ ചെയ്യുന്നത്? കർത്താവിനെ അനുഗ്രഹിക്കുമെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പുണ്ട്. ഈ ഭർത്താവ് ഭാര്യയെ ചേർത്ത് പിടിച്ച് കണ്ണുനീരോടുകൂടി പറയുകയാണ്, അന്നു മുതൽ ഞങ്ങൾ ഒരുമിച്ച് അധ്വാനിക്കാൻ വേണ്ടി തുടങ്ങി, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി തുടങ്ങി, ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷിക്കാൻ വേണ്ടി തുടങ്ങി, എന്റെ ജീവിതത്തിന്റെ മുഴുവൻ കാര്യങ്ങളും എന്റെ ജീവിത പങ്കാളിയോട് ഞാൻ പങ്കുവെക്കാൻ വേണ്ടി തുടങ്ങി. അതിനുശേഷം അധ്വാനിച്ച് നഷ്ടപ്പെട്ടത് മുഴുവൻ കർത്താവ് ഒരു അനുഗ്രഹമായി ഇവർക്ക് നൽകിയിരിക്കുക. പ്രിയപ്പെട്ടവരെ, ഒരു തിന്മ സംഭവിക്കാൻ വേണ്ടി പോകുമ്പോൾ നന്മയുള്ള ഒരു വ്യക്തി കുടുംബത്തിലുണ്ടെങ്കിൽ ആ തിന്മ സംഭവിക്കാൻ അനുവദിക്കുകയില്ല. നീതി പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമുള്ള ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ഒരു സമൂഹത്തിൽ അനർത്ഥങ്ങൾ ഉണ്ടാകുകയില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബത്തിലും നമ്മുടെ വ്യക്തി ജീവിതത്തിലും അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിലും തിന്മ സംഭവിക്കുന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് കൊണ്ടാണ്. തിന്മ കൊണ്ടാണ് നമ്മൾ നേരിടുന്നതെങ്കിൽ നമുക്കെതിരെ തിന്മ പ്രവർത്തിക്കുന്നവനും നമ്മളും തമ്മിൽ വ്യത്യാസങ്ങളില്ല. ഏത് പ്രതികൂല സാഹചര്യമായിക്കൊള്ളട്ടെ, മരണകരമായ ഭീതി നിലനിൽക്കുന്ന മരണത്തിന്റെ നിഴലായിക്കൊള്ളട്ടെ, നന്മ വിചാരിക്കുന്നൊരു വ്യക്തിയുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് അവിടെ പ്രവർത്തിക്കും, അവിടെ തിന്മ പ്രവർത്തിക്കാൻ അനുവദിക്കുകയില്ല. നമുക്കൊരു നിമിഷം ദിവ്യകാരുണ്യ ഈശോയുടെ മുമ്പിൽ കണ്ണുകൾ അടച്ച് നമുക്കിങ്ങനെ ചിന്തിക്കാം. കാരുണ്യവാനായ കർത്താവേ, എന്റെ കുടുംബത്തിൽ, എന്റെ ജീവിത പങ്കാളിയുടെ മുമ്പിൽ, എന്റെ മക്കളുടെ മുമ്പിൽ, എന്റെ മാതാപിതാക്കന്മാരുടെ മുമ്പിൽ ഞാൻ ഒരു അനുഗ്രഹമായിട്ട് മാറുന്നുണ്ടോ? തിന്മ പ്രവർത്തിക്കപ്പെടുമ്പോൾ തിന്മയെ തിന്മ കൊണ്ട് നേരിടുന്ന വ്യക്തിയാണോ, അല്ലെങ്കിൽ കുടുംബത്തിലുണ്ടാകുന്ന, സമൂഹത്തിലുണ്ടാകുന്ന അനർത്ഥങ്ങൾക്ക് മുമ്പിൽ വിശുദ്ധമായൊരു മനോഭാവവും വിശുദ്ധമായ പ്രവൃത്തിയും വിശുദ്ധമായ വിചാരങ്ങളുമുള്ള ഒരു നന്മയായി വർത്തിക്കാൻ എന്നെ കൊണ്ട് സാധിക്കുന്നുണ്ടോ? നമുക്ക് കാരുണ്യമായ കർത്താവിന്റെ മുമ്പിൽ നമ്മുടെ കുടുംബ ജീവിതത്തെ സമർപ്പിക്കാം, ജീവിത പങ്കാളിയെ സമർപ്പിക്കാം, മാതാപിതാക്കന്മാരെയും മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം, സഹോദര ബന്ധങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങളുടെ കുടുംബത്തെ നന്മ കൊണ്ട് അഭിഷേകം ചെയ്യണമേ എന്ന് പരിശുദ്ധാത്മാവിന്റെ വലിയ പ്രവൃത്തികൾ സ്നേഹം കൊണ്ട് പണിത ഞങ്ങളുടെ കുടുംബത്തിൽ അഭിഷേകമായിട്ട് മാറാൻ, അനേകർക്ക് മാതൃകയായിട്ട് മാറാൻ ഈ നിമിഷം ഞങ്ങളുടെ കുടുംബത്തിന് മേൽ കർത്താവേ, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി പാടുപീഠ സഹിച്ച സഹനത്തിന്റെ അടയാളമായ ആണിപ്പഴുതുള്ള കരം വിരിച്ച് ഈ സമയം ഞങ്ങളുടെ കുടുംബത്തെയും കുടുംബ ബന്ധങ്ങളെയും അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങളിത് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ചേർന്ന് പാടി പ്രാർത്ഥിക്കാം.
ദൈവം സ്ഥാപിച്ച തിരുക്കുടുംബം പോ സ്നേഹം കൊണ്ടൊരു വീടു പണിയാ സ്നേഹം കൊണ്ടൊരു വീടു പണിയാ ദൈവസ്നേഹം കൊണ്ടൊരു വീടു പണിയാ ദൈവം സ്ഥാപിച്ച തിരുക്കുടുംബം പോൽ സ്നേഹം കൊണ്ടൊരു വീടു പണിയാ സ്നേഹം കൊണ്ടൊരു വീടു പണിയാ ദൈവസ്നേഹം കൊണ്ടൊരു വീടു പണിയാ ദൈവം സ്ഥാപിച്ച തിരുക്കുടുംബം പോ സ്നേഹം കൊണ്ടൊരു വീടു പണിയാ സ്നേഹം കൊണ്ടൊരു വീടു പണിയാ ദൈവസ്നേഹം കൊണ്ടൊരു വീടു പണിയാ ദൈവം സ്ഥാപിച്ച തിരുക്കുടുംബം പോൽ സ്നേഹം കൊണ്ടൊരു വീടു പണിയാ നമ്മുടെ കുടുംബത്തെ പൂർണ്ണമായി നമുക്ക് ദിവ്യകാരൻ ഈശോയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, വചനം ഞങ്ങളെ പഠിപ്പിക്കുന്നു, ദൈവം സ്നേഹമാണ്. സ്നേഹിക്കുന്നിടത്ത് ദൈവമുണ്ട്. ഞങ്ങളുടെ കുടുംബത്തിൽ മാതാപിതാക്കന്മാരും മക്കളും തമ്മിൽ സ്നേഹത്തിലാണെങ്കിൽ, ഭാര്യയും ഭർത്താവും തമ്മിൽ സ്നേഹത്തിലാണെങ്കിൽ, മാതാപിതാക്കന്മാരും മക്കളും സഹോദരങ്ങളും സ്നേഹ ഐക്യത്തിലാണെങ്കിൽ തീർച്ചയായിട്ടും കർത്താവേ, അങ്ങയുടെ വലിയ സാന്നിധ്യമാണ് ഞങ്ങളുടെ കുടുംബത്തിലുള്ളത്. ഈ അഭിഷേകം നിലനിർത്താനുള്ള കൃപ ഓരോ കുടുംബാംഗത്തിനും നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവത്തോടനുവാദം ചോദിക്കണം, ദൈവത്തിൻ ഹിതം തിരിച്ചറിയണം, ദൈവത്തിൽ ദൃഢമായ വിശ്വാസത്താലെ അടിത്തറ നന്നായി പണിയണം. ദൈവത്തോടനുവാദം ചോദിക്കണം, ദൈവത്തിൻ ഹിതം തിരിച്ചറിയണം, ദൈവത്തിൽ ദൃഢമായ വിശ്വാസത്താലെ അടിത്തറ നന്നായി പണിയണം. വീടിനു മോടി പകർന്നിടുവാൻ വിശുദ്ധിതൻ വെഞ്ചായം പൂശിടണം, പരിശുദ്ധാത്മാവിൻ ദാനഫലങ്ങൾ തൻ തിരുനാളം വീട്ടിൽ പ്രകാശിക്കണം. വീടിനു മോടി പകർന്നിടുവാൻ വിശുദ്ധിതൻ വെഞ്ചായം പൂശിടണം, പരിശുദ്ധാത്മാവിൻ ദാനഫലങ്ങൾ തൻ തിരുനാളം വീട്ടിൽ പ്രകാശിക്കണം. സ്നേഹം കൊണ്ടൊരു വീടു പണിയാ ദൈവസ്നേഹം കൊണ്ടൊരു വീടു പണിയാ ദൈവം സ്ഥാപിച്ച തിരുക്കുടുംബം പോ സ്നേഹം കൊണ്ടൊരു വീടു പണിയാ സ്നേഹം കൊണ്ടൊരു വീടു പണിയാ ദൈവസ്നേഹം കൊണ്ടൊരു വീടു പണിയാ ദൈവം സ്ഥാപിച്ച തിരുക്കുടുംബം പോൽ സ്നേഹം കൊണ്ടൊരു വീടു പണിയാ. നമുക്ക് ദിവ്യകാരൻ ഈശോയിലേക്ക് നമ്മുടെ കുടുംബത്തെ പൂർണ്ണമായും നമുക്ക് ഒരു നിമിഷം സമർപ്പിക്കാം. ഈ സമയത്ത് പരിശുദ്ധ കുർബാനയിലേക്ക് തന്നെ നോക്കിക്കൊണ്ട് നമ്മുടെ കുടുംബത്തിലുള്ള ഓരോ വ്യക്തിയെയും നമുക്ക് പേര് പറഞ്ഞ് നമുക്ക് പരിശുദ്ധ കുർബാനയിലേക്ക് സമർപ്പിക്കാം. കർത്താവേ, അവരെല്ലാവരെയും ദൈവാനുഗ്രഹത്താൽ നിറയ്ക്കണമേ എന്ന് നമുക്കൊരു നിമിഷം മൗനമായിട്ട് പ്രാർത്ഥിക്കാം. നമുക്ക് പരിശുദ്ധ കുർബാനയെ ആരാധിച്ചുകൊണ്ട് പാടി പുകഴ്ത്തി നമുക്ക് ആശീർവാദം സ്വീകരിക്കാം. വാക്യം
പുത്രനും പരിശുദ്ധ റൂഹാക്കും സ്തുതിയായിരിക്കട്ടെ, എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ബാവാക്കും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ, ഇപ്പോഴും സ്തുതിയായിരിക്കട്ടെ. അഗ്നിയാലഭിഷേകം, രക്തത്താലഭിഷേകം,